നഷ്ടപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? ഇതാണ് നിന്റെ കുഴപ്പം. നിന്റെ അച്ഛനുള്ള അതേ മുൻകോപം നിനക്കും ഉണ്ട്. ദേഷ്യം വന്നാലുള്ള കുഴപ്പമെന്തെന്നറിയോ? മറ്റുള്ളവർ പറയുന്നൊന്നും തലേ കയറില്ല. നിന്റെ അച്ഛനും അത് തന്നെ പറ്റിയത്. എത്ര തവണ പറഞ്ഞതാ കോംപ്രമൈസ് ചെയ്യാന്ന്. വാശി കാരണം സമ്മതിച്ചില്ല. അവസാനം എന്തു പറ്റി? ജയശങ്കർ സാറിന്റെ സമാധാനം പോയില്ലേ? ആ അവസ്ഥ നിനക്കൊണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ അമ്മയുടെ ഗതി തന്നെ നിനക്കും വരരുതല്ലോ. എന്റെ നന്മയെ കരുതി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പറഞ്ഞു കേട്ടില്ലേ? നീ മര്യാദക്ക് ഇറങ്ങിപ്പോ നോക്ക്. അങ്ങനെ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ട. ഈ വീട് എന്റെയും കൂടെയാ. കോടതി വിധി വന്നാ ഇത് എന്റെ പേരിലാവും. പിന്നെ ഞാനായിരിക്കും ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഇത് വലിയ ശല്യായല്ലോ. അപ്പൊ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചേ. അദ്ദേഹം തന്നെ വന്ന് ഇവരെ ഇറക്കി വിടട്ടെ. എന്നാ വിളിക്ക്. അവൻ വന്ന് എന്നെ ഇറക്കി വിടുന്ന എനിക്കൊന്ന് കാണണം. അതെ, എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? അത് ചോദിക്കാൻ നീ ആരാ? ഞാനാരെങ്കിലും ആയിക്കോട്ടെ. ആണുങ്ങൾ ആരും ഇല്ലാത്ത നേരത്തെ ഇവിടെ കയറി വന്ന് എന്ത് പ്രശ്നമാ തങ്കച്ചി ഉണ്ടാക്കുന്നത്? പോവാൻ പറഞ്ഞിട്ട് പോകുന്നില്ല മോനെ.